സമ്മിശ്ര കൃഷിരീതികൾ കർഷകന് ഏറെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കൃഷിരീതിയാണ്. പച്ചക്കറികൾ, ഫലവൃക്ഷങ്ങൾ, കോഴി, താറാവ് മുതലായ പക്ഷിമൃഗാദികളുടെ ഒപ്പം മീൻ കൃഷി ചെയ്യുന്ന രീതിയാണ് സമ്മിശ്ര കൃഷി. ഈ കൃഷിരീതികൾ വളരെ ചെലവ് കൂടിയതാണോ എന്ന് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം. എന്നാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ ആദായം എന്നതാണ് ഈ സമ്മിശ്ര കൃഷിരീതിയുടെ പ്രത്യേകത. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ആദായം എങ്ങനെ നേടാമെന്നത് ഇങ്ങാലക്കുടയിലെ മാപ്രാണത്തെ സെബി കള്ളാപ്പറമ്പിൽ നമുക്ക് കാണിച്ചു തരികയാണ്. കൃഷിയിൽ സജീവമാകുന്നതിന് മുൻപ് കർഷകർക്ക് ആവശ്യമായ ജൈവവള യൂണിറ്റും ഒപ്പം മില്ലും നടത്തിയിരുന്നു. അതിനോടൊപ്പമാണ് കൃഷിയും തുടങ്ങിയത്. 1965 സെബിയുടെ മുത്തശ്ശൻ കള്ളാപ്പറമ്പിൽ ദേവസിയിൽ നിന്നും 13-ാം വയസ്സിൽ അപ്പൻ പൗലോസ് വീടിനോട് ചേർന്നുള്ള അരിമിൽ ഏറ്റെടുത്തു. അധികം വൈകാതെ എല്ലാ ധാന്യങ്ങളും പൊടിക്കാനും ഇടിക്കാനും കൊപ്രയാട്ടാനും വേണ്ടതായ സൗകര്യങ്ങൾ ഒരുക്കി. 1987 മുതൽ വേപ്പിൻകുരുവിൽ നിന്ന് വേപ്പെണ്ണയും പിണ്ണാക്കും ഉണ്ടാക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കിയതോടെ ജൈവവളക്കൂട്ടുകളുടെ ഒരു ശ്രേണിക്ക് ഇവർ തുടക്കം കുറിക്കുകയായിരുന്നു. കപ്പലണ്ടി പിണ്ണാക്കും എല്ലുപൊടിയും മൊത്തവിതരണത്തിനുള്ള സംവിധാനം കൂടിയായപ്പോൾ ഓരോ നാടിനും ഓരോ കൃഷിക്കും അനുയോജ്യമായ വിവിധ ജൈവവളക്കൂട്ടുകളും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. എല്ലാത്തരം രാസജൈവ വളങ്ങളുടെയും വിതരണത്തിന് ഗവൺമെന്റ് അനുമതിയും ലഭിച്ചു. പിന്നീട് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കൃഷിയും അനുബന്ധ യൂണിറ്റും സെബി ഏറ്റെടുക്കുകയായിരുന്നു. തൃശൂർ ജില്ലയിൽ തന്നെ ആദ്യമായി തവിട് കളയാതെ നെല്ല് കുത്തി അരിയെടുക്കാനുള്ള സംവിധാനം വന്നത് സെബിയുടെ മില്ലിലാണ്. മാപ്രാണ പ്രദേശത്തെ പാടങ്ങളിൽ നിന്നും ജൈവ രീതിയിൽ കൃഷി ചെയ്ത നെല്ലാണ് അതിനുവേണ്ടി ശേഖരിക്കുന്നത്. ഇതിനിടയിലാണ് സ്വന്തമായ കൃഷി തുടങ്ങുക എന്ന ഒരു ആശയത്തിലേക്ക് സെബി എത്തിയത്. എനിക്കിതിന് പ്രചോദനമായത് എൻ്റെ പിതാവാണ്. പിതാവ് ഒരു അഗ്രികൾച്ചർ ഫാമിലിയിൽപ്പെട്ട ആളാണ്. 14 മക്കളിൽ ഒരാളാണ്. അദ്ദേഹം പണ്ടേ മുതലേ തന്നെ കൃഷി പരിചരണങ്ങളും ചെയ്തിരുന്നു. അത് എനിക്കൊരു വഴി തെരുവായി എനിക്കും ഒരു പ്രചോദനമായിരുന്നു. അത് പക്ഷേ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കതിനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ പിതാവ് ഒരു 1.5 വർഷം മുന്നേ മരിച്ചപ്പോൾ എനിക്ക് ഈ ബിസിനസ്സിലേക്ക് വരേണ്ടത് വന്നു. എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ ബിസിനസ്സാണ്, ഓർഗാനിക് ബിസിനസ്സാണ്. അപ്പോൾ അതിന് എനിക്ക് ആദ്യം വേണ്ടത് ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ എനിക്ക് മനസ്സിലായി കൃഷി എന്താണെന്നുള്ളതും കൃഷിയെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ എനിക്ക് വരുന്ന കസ്റ്റമേഴ്സിന് എനിക്ക് പറയാൻ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നത് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീടിനോടും കമ്പനിയോടും ചേർന്നൊരു 60 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ ഞാൻ പല തലത്തിലുള്ള കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പച്ചക്കറി, ടെറസ് കൃഷി, അതുപോലെ അക്വാഫോണിക്സ് കൃഷി രീതി, അതുപോലെ പുതിയ തരത്തിലുള്ള കൃഷി രീതികൾ ചെയ്യാനും പഠിക്കാനും അതുപോലെ എൻ്റെ വീട്ടിലേക്കും എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നതിനായിട്ട് ഞാൻ ചെയ്തു വരുന്നു. എനിക്കിതുവരെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കേടുപാടുകളോ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിൽ കൂടുതൽ ചെയ്യുന്നതിന് എനിക്ക് നല്ല താല്പര്യമായി വരുന്നു. അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും അവർ ഇത് കൂടുതൽ വ്യാപിപ്പിക്കാനും സ്വന്തം ഭക്ഷണത്തിന് വേണ്ടിയുള്ള പച്ചക്കറികളും മറ്റും അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു മോഡലും കൂടിയായിട്ടാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്, എനിക്കും അതുപോലെ മറ്റുള്ളവർക്കും. വീടിനോട് ചേർന്ന് ഒരുക്കിയെടുത്ത 65 സെന്റ് സ്ഥലത്തും വീടിന്റെ ടെറസിന്റെ മുകളിലുമായിട്ടാണ് സമ്മിശ്രമായ കൃഷിരീതികൾ സെബി പരീക്ഷിക്കുന്നത്. വീടിന്റെ മുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗ്രോ ബാഗുകളിൽ ചീര, പയർ, തക്കാളി, വഴുതന, മുന്തിരി, വെണ്ട, മുളക്, പാവയ്ക്ക, കാബേജ്, അമര തുടങ്ങിയ പച്ചക്കറികൾ സമൃദ്ധമായി ഒരു പൂന്തോട്ടത്തിൽ എന്നതുപോലെ വളരുകയാണ്. കൂടാതെ ജാതി, പുളിയിഞ്ചി, അടയ്ക്ക, റംബൂട്ടാൻ, തെങ്ങ്, നാരകം, ജാമ്പ, വാഴ, കുരുമുളക്,
തുടങ്ങിയ കൃഷികളും സെബിയുടെ പുരയിടത്തിലുണ്ട്. സ്ഥാപനത്തിലേക്ക് വിൽപ്പനയ്ക്ക് നിർമ്മിക്കുന്ന ജൈവവളങ്ങൾ സെബി തന്റെ കൃഷിയിടങ്ങളിലാണ് ആദ്യം പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ജൈവവളം ഏതാണെന്ന് മറ്റ് കർഷകർക്ക് പറഞ്ഞുകൊടുക്കാൻ സെബിക്ക് കഴിയും. കേരളത്തിലുടനീളം കൃഷിവകുപ്പിൻ്റെ അംഗീകാരത്തോടുകൂടി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജൈവവളങ്ങളും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഉൾപ്പെടെയുള്ള മറ്റ് വളങ്ങളും നിർമ്മിച്ച് നൽകുന്ന വ്യക്തി കൂടിയാണ് ശ്രീ സെബി പോൾ. അദ്ദേഹം ഒരേ സമയം ഒരു വ്യവസായിയും കർഷകനും കൂടിയാണ്. സമ്മിശ്ര കൃഷിയിലാണ് ശ്രീ സെബി പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുരയിടത്തിലും അദ്ദേഹത്തിന് സ്വന്തമായുള്ള മറ്റ് 2.5 ഏക്കർ വരുന്ന കൃഷിയിടത്തിലും വൈവിധ്യമാർന്ന കൃഷികളാണ് അദ്ദേഹം ചെയ്തു വരുന്നത്. കർഷകർക്ക് ആവശ്യമായ ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും കാർഷിക ഉപകരണങ്ങളും ആധുനിക കാർഷിക സാമഗ്രികളെല്ലാം സ്വന്തമായി അദ്ദേഹം കർഷകർക്ക് കുറഞ്ഞ വിലയ്ക്ക് നൽകി വരുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള യുവ കർഷകർക്ക് പ്രചോദനമാകുന്ന വിധം ആധുനിക സമ്മിശ്ര കൃഷി രീതികൾ സംബന്ധിച്ച് പഠിക്കുന്നതിനും അദ്ദേഹം ഇവിടെ അവസരമൊരുക്കിയിട്ടുണ്ട്. ഏത് സമയത്തും ഈ തരം കൃഷികളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് കടന്നു വരുവാനും അത് കണ്ട് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ചെറിയ സർവകലാശാലയാണ് അദ്ദേഹത്തിൻ്റെ ഈ പുരയിട കൃഷി എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ചിരിക്കുന്നു. സമ്മിശ്ര കൃഷിരീതിയുടെ ഭാഗമായി കോഴി, താറാവ്, കൽഗം, വാത്ത, കരിങ്കോഴി, ഫാൻസി കോഴി, അങ്കക്കോഴി, ബ്രോയിലർ താറാവ് തുടങ്ങി പക്ഷികളുടെ നീണ്ട നിര തന്നെ ഇദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലുണ്ട്. ഭക്ഷണ അവശിഷ്ടം കൂടാതെ ഇലകളും കുലവെട്ടിയ വാഴത്തണ്ടും കൊടുക്കും. സെബിയുടെ കൃഷിയിടത്തിലെ അക്വാഫോണിക് കൃഷിരീതി ഏവർക്കും സ്വീകരിക്കാവുന്ന രീതിയാണ്. ഈ രീതിക്ക് വേണ്ടി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ വിശാലമായ കുളത്തിന്റെ ഒത്ത നടുവിൽ കമ്പി കൊണ്ടുണ്ടാക്കിയ ശാസ്ത്രീയമായ പക്ഷിക്കൂട് സ്ഥാപിച്ചു. അതിൽ താറാവിനെയും പലതരം കോഴികളെയും വളർത്തുന്നു. ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ അക്വാഫോണിക്സ് എന്ന് പറഞ്ഞ കൃഷിരീതി പരിചയപ്പെടാൻ സാഹചര്യം വന്നത്. അവിടുത്തെ ഡോക്ടർ സുശീല മേഡാണ് എനിക്കിതിനെ പറ്റിയുള്ള അറിവുകൾ എനിക്ക് പറഞ്ഞു തന്നത്. അത് ഞാൻ എൻ്റെ സ്വന്തം കൃഷിയിടത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ പദ്ധതിയായിരുന്നത്. അത് പ്രകാരം ഞാൻ ഒരു 2 സെൻറ്റ് സ്ഥലത്തോളം എടുക്കുന്ന സ്ഥലത്തോളം ഞാനൊരു ചെറിയ കുളം, താൽക്കാലിക കുളം ടാർപ്പായ കൊണ്ട് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഒരു കൂട് അല്ലെങ്കിൽ ഒരു താറാവിനും കോഴിക്കും കയറാവുന്ന രീതിയിലുള്ള ഒരു കൂട് ഞാൻ നിർമ്മിച്ചു. അതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ താറാവും കോഴിയും കാഷ്ടിക്കുന്നതെല്ലാം ഈ വെള്ളത്തിൽ വീഴുകയും അതിൽ വളരുന്ന മീനുകൾക്ക് അതൊരു ആഹാരമായി അവർ സ്വീകരിക്കും. അതിൻ്റെ ഈ കോഴിയുടെ വേസ്റ്റും കോഴിക്കാഷ്ടത്തിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ മീൻ വിസർജിക്കുന്നത് കൂടുതൽ അമോണിയം തരത്തിലുള്ള വളങ്ങളാണ്. അതെല്ലാം ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നു. ആ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സുകളും അതുപോലെ വാഴയും മറ്റുള്ള എൻ്റെ പറമ്പിലേക്ക് ജലസേചനം നടത്തുന്നു. പക്ഷികളുടെ കാഷ്ടം കുളത്തിലേക്ക് വീഴുകയും അവ ജലത്തിലുള്ള വാള, ഫിലോപ്പി തുടങ്ങിയ മീനുകൾക്ക് ഭക്ഷണമായി രൂപപ്പെടുകയും ചെയ്യുന്നത് മാത്രമല്ല, ഈ കുളത്തിലെ ജലം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വീടിന് ചുറ്റുമുള്ള പച്ചക്കറികളും ചെടികളും നനയ്ക്കാനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അക്വാഫോണിക് സംവിധാനത്തിലൂടെ ഒരു കൃഷിയുടെ അവശിഷ്ടങ്ങൾ മറ്റൊരു കൃഷിക്ക് വളമാകുന്ന രീതിയിലേക്ക് പരുവപ്പെടുത്തുകയാണ് ഇദ്ദേഹം. കുളവും കൂടും കമ്പി കെട്ടി തിരിച്ച് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിനാൽ ക്ഷുദ്രജീവികളുടെ ശല്യമുണ്ടാകുമെന്ന പേടിയും വേണ്ട. ഞാൻ താമസിക്കുന്നത് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ്. ഞാനിവിടെ എന്നും പണിക്ക് വരാറുണ്ട്.
ഇവിടെ കൃത്യമായി ചെയ്യുന്ന തെങ്ങ്, വാഴ, അടയ്ക്കാമരം, കൂടാതെ ജാതി, കുറേ ഫ്രൂട്ട് തൈകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പണി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ കൂടാതെ ഇവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അത് നല്ല വിളവ് കിട്ടാറുണ്ട്. അതിനുള്ള പണികളും വളങ്ങൾ ചെയ്യലും മരുന്ന് കീടനാശിനി ഉപയോഗിക്കാറേ ഇല്ല. പിന്നെ അതിനോട് കീടനാശിനി ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് വിഷരഹിതമായുള്ള പച്ചക്കറി നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിന് വീടിൻ്റെ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കും. ബാക്കിയുള്ളത് പുറത്ത് കൊടുക്കാറുമുണ്ട്. മീൻ വളർത്തുന്ന ഒരു കുളം ഇവിടെ കുത്തി അതിൽ വലിയ ടാർപ്പായ വിരിച്ച് അതിൽ വെള്ളം നിർത്തി അതിൽ 2 തരം മീൻ ഇപ്പോൾ നിക്ഷേപിച്ചിട്ടുണ്ട്. വാള, ഫിലോപ്പിയ. അത് വാള 2 കിലോ തൂക്കത്തിലധികമായിട്ടുണ്ട്. പിന്നെ ഫിലോപ്പിയ 1 കിലോ കഷ്ടിയാവുന്നേ ഉള്ളൂ. അതുകൂടാതെ ഇവിടെ വിവിധ തരം കോഴികൾ, പലതരം കോഴികൾ, അതിൽ താറാവ്, ബ്രോയിലർ കോഴി, ബ്രോയിലർ താറാവ്, പിന്നെ സാധാരണ താറാവ്, പലതരത്തിൽപ്പെട്ട കോഴികൾ, അതെല്ലാം ഇവിടെ കൃത്യമായി അവരെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. മറ്റൊരു കുളത്തിൽ കരിമീൻ, നട്ടർ തുടങ്ങിയ മത്സ്യങ്ങളെയും വളർത്തുന്നുണ്ട്. എന്നാൽ ഇവയ്ക്ക് അക്വാഫോണിക് രീതി ഇണങ്ങുന്നതല്ല. അതിനാലാണ് പ്രത്യേക കുളത്തിൽ വളർത്തുന്നത്. പൊറത്തുശ്ശേരി പഞ്ചായത്തിലെ സെബി പോൾ എന്ന് പറയുന്ന കർഷക ബഹുമുഖ പ്രതിഭ, അങ്ങനെയാണ് സെബി പോളിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകാത്ത കൃഷിയുടെ മണ്ഡലങ്ങളില്ല. എല്ലാ മണ്ഡലങ്ങളിലും ലാഭനഷ്ടങ്ങൾക്കപ്പുറം സാമൂഹികമായ പ്രതിബദ്ധതയോട് കൂടിയിട്ട് സൂക്ഷിക്കേണ്ടവ സൂക്ഷിച്ചു, സാമൂഹികമായ കടപ്പാട് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കൃഷിയുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീമാൻ സെബി പോൾ. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തവും വിഭിന്നവുമായ മണ്ഡലങ്ങളിലുള്ള കൃഷി രീതികൾക്ക് എല്ലാ തരത്തിലുള്ള സഹായവും ഇവിടുത്തെ പഞ്ചായത്തും കൃഷി ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മൊത്തവും, കൂടാതെ ഈ ഭാഗത്തെ MLA എന്നുള്ള നിലയ്ക്ക് ഞാനും പ്രോത്സാഹനം നൽകി പോരുന്നുണ്ട്. തുടർന്നും അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നു. മാപ്രാണം ഗ്രാമത്തിലെ ഒരു കാർഷിക രംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗത്തും വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സെബി പോളിൻ്റേത്. പച്ചക്കറി കൃഷിയായാലും മറ്റു ഫലവൃക്ഷങ്ങളുടെ കൃഷിയായാലും സമ്മിശ്ര കൃഷി രീതികളും അനുവർത്തിക്കുന്നതിലും വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു കർഷകനാണ്, യുവ കർഷകനാണ് സെബി പോൾ. അദ്ദേഹം പല നൂതന കൃഷി രീതികളും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ചെറിയ പുരയിടത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. മട്ടുപ്പാവിന് മുകളിലുള്ള പച്ചക്കറി കൃഷി വളരെ മനോഹരമായിട്ട് എല്ലാ സീസണുകളിലും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് പോലുള്ള നൂതന കൃഷി സമ്പ്രദായങ്ങളും അദ്ദേഹം നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ താറാവ്, കോഴി അങ്ങനെയുള്ള പക്ഷിമൃഗാദികളെയും റംബുട്ടാൻ, ചെമ്പട അങ്ങനെയുള്ള പുതിയ നമ്മുടെ നാട്ടിന് പരിചയമില്ലാത്ത പുതിയ ഫലവൃക്ഷങ്ങളും അദ്ദേഹം കൃഷി ചെയ്തു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ സാധാരണ പരമ്പരാഗതമായിട്ടുള്ള കൃഷി രീതികളും, അതായത് നെല്ല്, തെങ്ങ്, ജാതി, വാഴ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിളകളും കൃഷി ചെയ്തുകൊണ്ട് ഒരു മാതൃക കർഷകനായിട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്.
സെബിയുടെ കൃഷി രീതികൾ വളരെ വ്യത്യസ്തമാണ്. മുൻപേ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ താറാവുകളെ വളർത്തിയിട്ട് അതിൽ നിന്ന് വരുന്ന കാഷ്ടം കൊണ്ട് അടിയിൽ മീനിൻ്റെ കുളമുണ്ട്, അത് മീൻ ഭക്ഷിക്കുന്നു. ആ വെള്ളം എടുത്തിട്ട് ജൈവവളമാക്കിയിട്ട് ആ വെള്ളം ജൈവവളമാക്കിയിട്ട് മറ്റ് ചെടികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള തെങ്ങ് അങ്ങനത്തെ വാഴ അതിനൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വർഷങ്ങളായി സെബി ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഒരുപാട് ഉദ്യോഗസ്ഥന്മാരോട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ കൃഷി രീതി ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ താറാവുണ്ട്, ബ്രോയിലർ താറാവുണ്ട്, അങ്ങനെ മറ്റ് കോഴികൾ, അങ്ങനെ ഒരുപാട് നല്ല രീതിയിലുള്ള നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന രീതിയിലുള്ള കൃഷി രീതികളാണ് സെബി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യാപാര മേഖലയിൽ മുഴുവൻ സമയം ചെലവഴിക്കാതെ കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന സെബിയെ തേടി നിരവധി അംഗീകാരവും എത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ മികച്ച മത്സ്യകർഷകനുള്ള പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. സമ്മിശ്ര കൃഷിരീതി ചെലവ് കുറഞ്ഞതും ലാഭകരവുമാണെന്ന് സെബി കാണിച്ചു തരികയാണ്. മറ്റൊരു ജോലിയോ അല്ലെങ്കിൽ വ്യാപാരമോ ഉള്ളവർക്ക് പോലും ജൈവ പച്ചക്കറികൾ സ്വന്തമായി കൃഷി ചെയ്യാമെന്ന സന്ദേശം കൂടിയാണ് സെബി തരുന്നത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടുക്കളത്തോട്ടങ്ങൾ നനയ്ക്കാൻ മൈക്രോ ഇറിഗേഷൻ കിറ്റ്. നിയന്ത്രിത കമിഴ്ത്തി വെട്ടലിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഫോണിലൂടെ മറുപടി. വിശദമായ വാർത്തകളിലേക്ക്. എറണാകുളം കൃഷിവിജ്ഞാന കേന്ദ്രം അടുക്കളത്തോട്ടങ്ങൾക്ക് അനുയോജ്യമായ മൈക്രോ ഇറിഗേഷൻ കിറ്റ് പുറത്തിറക്കി. ജലസംഭരണിയുമായോ പൈപ്പ് ലൈനുമായോ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഓട്ടോമാറ്റിക് ജലസേചന യൂണിറ്റാണിത്. 1 സെന്റിൽ വയ്ക്കാവുന്ന 80 ഗ്രോ ബാഗുകളെ നനയ്ക്കാൻ പര്യാപ്തമായ കിറ്റിന് 500 രൂപയാണ് വില. എറണാകുളത്തെ ICAR, CMFRI സെയിൽസ് കൗണ്ടറുകളിൽ മൈക്രോ ഇറിഗേഷൻ കിറ്റ് ലഭ്യമാണ്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി 2017 ജനുവരി മാസം 9, 10 തീയതികളിൽ ആട് വളർത്തലിൽ പരിശീലനം നൽകുന്നു.
കൂടാതെ ജനുവരി 16 കാട വളർത്തലിലും 19 മുതൽ 21 വരെ മുട്ടക്കോഴി വളർത്തലിലും പരിശീലനം നൽകും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0479245778. ഉൽപാദനം കുറഞ്ഞ പ്രായമായ റബ്ബർ മരങ്ങളുടെ ഉൽപാദനക്ഷമത 50% അധികം വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന ടാപ്പിംഗ് രീതിയാണ് നിയന്ത്രിത കമിഴ്ത്തിവെട്ട്. നിയന്ത്രിത കമിഴ്ത്തിവെട്ടലിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ KU തോമസ് റബ്ബർ കർഷകരുടെ സംശയങ്ങൾക്ക് ഡിസംബർ 28 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഫോണിലൂടെ മറുപടി നൽകും. റബ്ബർ ബോർഡ് കോൾ സെന്ററിലെ നമ്പർ 04812576 കോഴിക്കോട് പെരുവണ്ണാമൂഴി കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ വിത്ത് ലഭ്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0492666041. ക്ഷീരവികസന വകുപ്പിന്റെ തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരവികസന പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 28, 29 തീയതികളിൽ തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലനം നൽകുന്നു. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 70 പേർക്ക് മാത്രമേ പരിശീലനത്തിൽ പ്രവേശനം നൽകുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0471244091. ആലപ്പുഴ SDV മൈതാനത്ത് നടക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനം ഇന്ന് സമാപിക്കും. 100ഓളം സ്റ്റാളുകളാണ് പ്രദർശനത്തിനുള്ളത്. വിവിധതരം പച്ചക്കറി തൈകളും വിത്തുകളും മറ്റ് നടീൽ വസ്തുക്കളും കാർഷിക വിത്തുകളുമാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം. കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിലുണ്ട്. വിവിധ കാർഷിക യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും വിപുലമായ പ്രദർശനം ശ്രദ്ധേയമായി. ആലപ്പുഴ ജില്ലാ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി, കൃഷി വകുപ്പ്, ആലപ്പുഴ SD കോളേജ്, നബാർഡ് എന്നിവയുടെ സംയുക്തമായ സഹകരണത്തോടെ കാർഷിക വ്യാവസായിക പ്രദർശനം കാണാൻ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ ക്ഷീര കർഷക സംഗമം ജനുവരി 19, 21 തീയതികളിൽ ഭരണിക്കാവ് പണറ്റിയിൽ ദേവീക്ഷേത്ര പരിസരത്ത് നടത്തുന്നു. കന്നുകാലി പ്രദർശനം, ക്ഷീരവികസന സെമിനാർ, ഡയറി ക്യൂസ്, ക്ഷീര കർഷകരെ ആദരിക്കൽ, ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല, അവാർഡ് വിതരണം എന്നിവ ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് ഉണ്ടായിരിക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 10,700 രൂപ, കോഴിക്കോട് 11,900 രൂപ, തൃശൂർ 10,600 രൂപ. കൊപ്ര കൊച്ചി 7,200 രൂപ, കോഴിക്കോട് 7,500 രൂപ, തൃശൂർ 7,130 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 66,300 രൂപ, ഗാബിൾഡ് 69,300 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലം 9,500 രൂപ, ഈറോഡ് 10,000 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, RSS 4ാം ഗ്രേഡ് 13,600 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, RSS 4ാം ഗ്രേഡ് 13,600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 10,700 രൂപ, കൊപ്ര 7,200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 66,300 രൂപ, ഗാബിൾഡ് 69,300 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 രൂപ മുതൽ 245 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 425 രൂപ മുതൽ 450 രൂപ വരെ. ജാതിപത്രി 500 രൂപ മുതൽ 875 രൂപ വരെ. ഗ്രാമ്പു 795 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, RSS 4ാം ഗ്രേഡ് 13,600 രൂപ. ഒട്ടുപാൽ 9,400 രൂപ, ലാറ്റക്സ് 8,400 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21. കോഴിക്കോട് 34.7, 23.8. കൊച്ചി 33.1, 22.6. ആലപ്പുഴ 34.6, 24.6. പുനലൂർ 34.5, 21.5. തിരുവനന്തപുരം 33.9, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.